967 സഖാവ് EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള കേരള മന്ത്രിസഭ, മുസ്ലിം ലീഗ് പ്രഥമമായി മന്ത്രിസ്ഥാനം വഹിച്ചിട്ടുള്ള മന്ത്രിസഭ, തൊപ്പിയിട്ടുകൊണ്ട് മന്ത്രിമാരാകാൻ മുസ്ലിം ലീഗിന് ആദ്യമായി അവസരം ലഭിച്ച മന്ത്രിസഭ മക്കളെ. അപ്പൊ അന്നത്തെ ഇവിടുത്തെ ചർച്ച പ്രഥമ ലക്കത്തിൽ തന്നെ സ്വന്തം പേര് വെച്ചുകൊണ്ട് കേരളത്തിലെ ഒരു പ്രധാന ആലിം, അന്നത്തെ ആലിം എന്ന് പറഞ്ഞാൽ ആർക്കും പറയണ്ടല്ലോ, അന്നത്തെ ആലിമീങ്ങളുടെ കൂട്ടത്തിൽ കേരളത്തിലെ ഉലമായിൽ മുടിചൂടാ മന്നനും ഒന്നാമനും ബഹുമാനപ്പെട്ടവർ തന്നെയാണ്. 69 ബഹുമാനപ്പെട്ട അല്ലാമ ഖുതുബി ഓറൊന്നുമില്ലല്ലോ. അപ്പൊ ബാക്കിയുള്ളവരുടെ ഉലമാക്കളുടെ കൂട്ടത്തിൽ എങ്ങനെയും ബഹുമാനപ്പെട്ട താജുൽ ഉലമാ അവറുകൾ തന്നെയാണ് കേരളത്തിലെ ഒന്നാമൻ. അവരുടെ പേര് വെച്ചിട്ടുള്ള ലേഖനം മലപ്പുറം ജില്ല എന്നാണ്. അത് 1, 2, 3, 4 ലക്കങ്ങളിൽ മലപ്പുറം ജില്ല എന്നതാണ് ബഹുമാനപ്പെട്ട് എഴുതുന്ന ലേഖന വിഷയം. എന്താണ് മലപ്പുറം ജില്ല എന്ന് എഴുതാൻ? ഈ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണെന്ന് നടക്കുന്നത്. 967 സഖാവ് EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള കേരള മന്ത്രിസഭ, മുസ്ലിം ലീഗ് പ്രഥമമായി മന്ത്രിസ്ഥാനം വഹിച്ചിട്ടുള്ള മന്ത്രിസഭ, തൊപ്പിയിട്ടുകൊണ്ട് മന്ത്രിമാരാകാൻ മുസ്ലിം ലീഗിന് ആദ്യമായി അവസരം ലഭിച്ച മന്ത്രിസഭ മക്കളെ. അതിന്റെ മുമ്പ് കേരളത്തിൽ ഒരു സ്പീക്കർ സ്ഥാനം മുസ്ലിം ലീഗിന് കിട്ടിയിട്ടുണ്ട്. ആ സ്പീക്കർ സ്ഥാനം കൊടുക്കുന്ന കാലത്ത് KM സീതി സാഹിബിനെയാണ് സ്പീക്കറായിട്ട് മുസ്ലിം ലീഗ് നാമനിർദ്ദേശം ചെയ്തത്. ആ സ്പീക്കർക്ക് തൊപ്പി ധരിക്കാൻ പാടില്ല, തൊപ്പി ഇടാതിരിക്കും, എന്നാലേ സ്പീക്കർ സ്ഥാനം കൊടുക്കുള്ളൂ എന്നാണ് കോൺഗ്രസിന്റെ വാശിയെന്നുണ്ടായത്. അത് സ്വീകരിക്കേണ്ടി വന്നു. മൂപ്പർക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, ആ പ്രസ്ഥാനത്തിന്റെ ലീഗിന്റെ പ്രസ്ഥാനത്തിന്റെ ഒരു ആവശ്യമായിരിക്കും, ഏതായാലും അങ്ങനെ വന്നു. അതാണ് അതിന്റെ മുമ്പത്തെ അനുഭവം. ആ അനുഭവം കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ കൂട്ടിച്ചേർന്ന് മുസ്ലിം ലീഗ് വന്ന ആ സമയത്താണ് 2 തൊപ്പിയിട്ട മന്ത്രിമാർ മുസ്ലിം ലീഗിന്. അത് മർഹൂം CH മുഹമ്മദ് കോയ, മർഹൂം അഹമ്മദ് കുരിക്കൾ, ബാബു കുരിക്കൾ എന്ന് നമ്മൾ പറയണം, മഞ്ചേരത്ത് കുരിക്കൾ. ഈ 2 പേരും തൊപ്പിയിട്ട ആൾക്കാരാ. അവർ സ്ഥിരമായി തൊപ്പിടുന്നവരുമാണ്, നിസ്കരിക്കുമ്പോഴൊക്കെ തൊപ്പിടുന്നവരിനാണ്. ഈ 2 പേരും നോക്കുന്ന ആ മന്ത്രിസഭയുടെ കാലത്താണ് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത് സംബന്ധിച്ചുള്ള വിവാദം നടക്കുന്നത്. ഇപ്പൊ ഈ സന്ദർഭത്തിൽ അതിനൊരു 2ാം സ്ഥാനമുണ്ട്. കാരണം മലപ്പുറം ജില്ലയെ വിഭജിക്കണം എന്നുള്ളൊരു ആവശ്യം കേരളത്തിലെ മുസ്ലിം സംഘടനകളൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അത് മന്ത്രിസഭ ആലോചിക്കാൻ വേണ്ടിയിട്ടും പ്രത്യേക ആലോചിക്കാൻ സമിതി നിശ്ചയിക്കാന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ. അതുകൊണ്ട് പ്രത്യേകം അത് പറയണം. ഇപ്പോഴത്തെ മാതിരിയല്ല, ഇപ്പൊ നഗ്നമായിട്ട് എതിർക്കാൻ ആരുമില്ല. അന്ന് മലപ്പുറം ജില്ല എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ നുസ്രത്തുൽ ആലമിൽ എഴുതുന്ന കാലത്ത് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനെതിരെ 2 പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ വളരെ വലിയ ബഹളം സൃഷ്ടിച്ച് തടസ്സവാദം ഉന്നയിക്കുകയും വിവാദം സൃഷ്ടിക്കുകയും ചെയ്ത കാലമാണ്. ഒന്ന് ജനസംഘം, നമുക്കറിയാലോ, ഇന്നത്തെ BJPന്റെ മാതൃസംഘം ജനസംഘം. മറ്റേത് വലിയ ഇന്ത്യ ഭരിക്കുന്ന കോൺഗ്രസിന്റെ കേന്ദ്ര പാർട്ടിയല്ല, കോൺഗ്രസിന്റെ ഈ കേരളത്തിലെ ഘടകം കേളപ്പജിന്റെ നേതൃത്വത്തിൽ, കേളപ്പറ്റൊക്കെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സമരമാണെന്ന് മലപ്പുറം ജില്ലക്കെതിരെ നടക്കുന്നത്. ഉന്നയിക്കുന്നതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ മറ്റു പല പ്രശ്നങ്ങളാണ് ഉന്നയിക്കുന്നത്. സാമുദായിക പ്രശ്നങ്ങൾ ഏതായാലും വരുമല്ലോ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ. ഇപ്പൊ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ പ്രശ്നത്തെ ശരിയായി നേരിടാൻ അവഗാഹമുള്ള, ചിന്താശേഷിയുള്ള, അറിവുള്ള, പരിചയസമ്പത്തുള്ള ആളുകൾ തന്നെ വേണം. അതുകൊണ്ട് മറുവശത്തുള്ള വലിയ രാഷ്ട്രീയ നായകന്മാരും ഉന്നതന്മാരും മലപ്പുറം ജില്ല വന്നാലുണ്ടാകുന്ന ദൂഷ്യങ്ങളും, രാഷ്ട്രീയ ദൂഷ്യങ്ങളും, സാമൂഹിക ദൂഷ്യങ്ങളും, സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ മലപ്പുറം ജില്ല രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിനെതിരിൽ ഉന്നയിക്കപ്പെടുന്ന ഓരോ വാദങ്ങളുടെയും മുനയെടുക്കുന്ന തരത്തിലുള്ള അതിൻ്റെ ഖണ്ഡനവുമാണ് ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ സദഖത്തുല്ലാ മുസ്ലിം പേര് പറഞ്ഞാലല്ലാതെ ചിലർക്കൊന്നും അറിയില്ല, കാരണം മറക്കുന്നു. ആ ബഹുമാനപ്പെട്ടവർ എഴുതുന്നത് മലപ്പുറം ജില്ല എന്നുള്ള ലേഖനം 2, 3, 4, 5 ലക്കങ്ങളിലാണ് ഇത് എഴുതുന്നത്. അതാണ് തുടക്കം. ആ തുടക്കം ആയപ്പോഴേക്ക് 3ാമത്തെ ലക്കത്തിലെത്തുമ്പോൾ മലപ്പുറം ജില്ലക്ക് സ്വാഗതം എന്നാണ് ബഹുമാനപ്പെട്ട് എഴുതുന്നത്. മലപ്പുറം ജില്ലക്ക് സ്വാഗതം എന്ന്. കാരണം അപ്പോഴേക്ക് മലപ്പുറം ജില്ല പ്രഖ്യാപിക്കപ്പെട്ടു, തീരുമാനിക്കപ്പെട്ടു. അതാണ് നുസ്രത്തിന്റെ ആദ്യ വർഷങ്ങളിലെ എഴുത്ത്. അത് കഴിഞ്ഞപ്പോഴേക്ക് അത് വരുന്നു ഭൂപരിഷ്കരണ നിയമം. 969 ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കപ്പെടുകയും നടപ്പാക്കപ്പെടുകയും ചെയ്യുന്നു 69, 70 ആ ഭൂപരിഷ്കരണ നിയമം എന്ന് പറഞ്ഞാൽ
അതിൽ ശരയ്യായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ വലിയൊരു ആഘാതവും പ്രയാസവും ഇവിടെ സൃഷ്ടിച്ചത് ദക്ഷിണ കേരളത്തിലെ ഒന്നും മാതിരിയല്ല. നമ്മുടെ ഈ മലബാർ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വഖഫ് സ്വത്തുക്കളാൽ ബന്ധിതമായാണ് ദീനീ സ്ഥാപനങ്ങളൊക്കെയും ചലിക്കുന്നത്. വഖഫ് സ്വത്തുക്കളാണ് അതിനൊക്കെ ഉള്ളത്. ദർസിനായാലും പള്ളിക്കായാലും അറബി കോളേജിനൊക്കെ ആയാലും. പട്ടിക്കാട് ജാമിയ നൂരിയയുടെയും വണ്ടൂര് ജുമാഅത്ത് പള്ളിയുടെയും ജാമിയ വഹബിയയുടെയും ഒക്കെ, അപ്പോൾ ജാമിയ വഹബി ഉണ്ടായിട്ടുണ്ട് അപ്പോഴേക്ക് 69 66 മുതൽക്ക്. ഇപ്പോൾ വഖഫ് യഥാർത്ഥത്തിൽ ദർസിന്റെ സ്വത്തുകളൊക്കെ ജാമിയ വഹബിയുടെ സ്വത്തായി മാറിയിട്ട് ആ കോളേജുകളടക്കം നമ്മുടെ നാട്ടിലെ പ്രദേശങ്ങളിലുള്ള എല്ലാ പള്ളികളുടെയും മദ്രസകളുടെയും വഖഫ് സ്വത്തുക്കള് കുടിയാന്മാര് ആൾക്കാർ വാങ്ങിങ്ങാണ്ട് പാട്ടത്തിന് നടത്തുന്നവരല്ലേ, ആ ആൾക്കാർക്ക് എഴുതി കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതൊക്കെ എഴുതി കൊടുക്കാനുള്ള വഖഫ് സ്വത്തുക്കൾ അതിന് ഒഴിവാക്കിയില്ല. അപ്പൊ വഖഫ് സ്വത്തുക്കൾ ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ അവർകൾ പിന്നീടുള്ള 69-ലെയും 70-ലെയും 71-ലെയും ലക്കങ്ങളിലെല്ലാം പ്രധാനമായി ശബ്ദം മുഴക്കുന്നത്. എഴുത്തുകളൊക്കെ അതാ. അക്കാലത്ത് ശൈഖുനാ അവർകൾ നേരിട്ട് ബഹുമാനപ്പെട്ടവരുടെ ഉപദേശപ്രകാരം കേൾക്കുന്നവരെ കൂട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കി, വഖഫ് രക്ഷാസംഘം. രാഷ്ട്രീയമായി പ്രവർത്തിക്കാനെന്നുള്ള ആൾക്കാർ ഞാൻ പറയുന്നത്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മാത്രമല്ല. കേരള വഖഫ് രക്ഷാസംഘം. ഈ വഖഫ് രക്ഷാസംഘം എന്ന സംഘത്തിന്റെ മുന്നണി പോരാളിയായി ഇറങ്ങിയത് ബഹുമാനപ്പെട്ട നമ്മളിപ്പോൾ സംസാരിക്കുന്ന കൊളപ്പുറം ഉസ്താദ്, നിങ്ങൾ കുറെ ആളുകൾ അറിയുന്ന ബീരാൻകുട്ടി ഉസ്താദ് അവറുകളെ, ബീരാൻകുട്ടി മൊയ്ലിയുടെ ഉസ്താദ് OKM ബാപ്പു മുസ്ലിയാർ അവറുകളാണ് പ്രധാനമായിട്ടും ഇറങ്ങിയത്. മണ്ണാർമല സമദ് മൗലവി അവറുകളാണ് പിന്നൊന്നിറങ്ങിയത്. പിന്നെ രാഷ്ട്രീയ രംഗത്തുള്ള അഡ്വക്കറ്റുമാരും മറ്റൊക്കെ ആയിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ അതിലുണ്ട്. കേരള വഖഫ് രക്ഷാസംഘം. ആ വഖഫ് രക്ഷാസംഘത്തിന്റെ കീഴിലുള്ള പ്രവർത്തനത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട OKM ബാബു മുസ്ലിയാർ നടക്കുമ്പോൾ തന്റെ വലങ്കയായി കൂടെ നിൽക്കുന്നതും നടക്കുന്നതും യോഗങ്ങളിൽ പ്രസംഗിക്കുന്നതുമെല്ലാം നമ്മളിപ്പോൾ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട ബീരാൻകുട്ടി മുസ്ലിയാർ അവർകളാണ്. വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണിത്. വഖഫ് രക്ഷാസംഘത്തിനത് വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ. വാസ്തവത്തിൽ അന്നത്തെ മന്ത്രിസഭയിൽ പങ്കാളികളായിട്ടുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള മന്ത്രിസഭയാണിതാകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സമുദായ പാർട്ടിയെയും സമുദായ സംഘടന എന്നുള്ളവർക്കും എതിർക്കേണ്ടി വരുമ്പോൾ നല്ലോണം പറയേണ്ടി വരുമല്ലോ. സ്വന്തത്തെ പറയുമ്പോൾ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ആ കാലത്ത് അങ്ങനെ പറയേണ്ടി വന്നൊരു പ്രശ്നമുണ്ട്. മൂപ്പരുടെ ലീഗ് വിരോധിയാണ് എന്ന് പൊതുവായിട്ട് ആളുകളുടെ ഇടയിൽ പ്രത്യേകം ശൈഖുനാ താജുൽ ഉലമയെ കുറിച്ച് ചാർത്താനും പറയാനും ഒക്കെ ഇടയാക്കിയത് ഈ സംഭവങ്ങളാണ്. മറ്റു പ്രധാനപ്പെട്ട സംഭവങ്ങളൊന്നും രാഷ്ട്രീയ വിഷയത്തിലൊന്നും മൂപ്പർ അങ്ങനെ കാര്യമായിട്ട് ഇടപെടല്ല. നല്ല വീക്ഷണമുണ്ട്, നല്ല ബോധമുണ്ട്.